ഇത് അങ്ങനെ ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുകയാണ്. CJPയുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വിജയമായി വന്നിരിക്കുകയാണ് അല്ലേ? അഞ്ജന, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ ദയനീയമായ പരാജയം എന്ന് തന്നെ ഈ വിഷയത്തെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം വലിയ തോതിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾ, യുവാക്കൾ മാത്രമല്ല, ജനങ്ങൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ നിരന്തരമായി ഈ കുട്ടികൾക്ക് നീതി വേണം എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. നമുക്കറിയാം, ജന്തർ മന്ദറിലാണ് പ്രക്ഷോഭങ്ങൾ തുടങ്ങിയത് എങ്കിലും രാജ്യവ്യാപകമായി തന്നെ ഈ പ്രക്ഷോഭം വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലും ബീഹാറിലും അതുപോലെ രാജസ്ഥാനിലും അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ, കേരളത്തിൽ ഉൾപ്പെടെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള പ്രതികരണങ്ങൾ നടന്നിരുന്നു, പ്രതിഷേധ പരിപാടികൾ നടന്നിരുന്നു. അങ്ങനെ രാജ്യം മുഴുവൻ ഈ സമരം വ്യാപിക്കും, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ലെങ്കിൽ ഈ സമരം രാജ്യവ്യാപകമായി തുടരും, അത് വലിയ സമരമായി കത്തിപ്പടരുമെന്ന് CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. ആ നിർണായകമായ പലതരത്തിലുള്ള അവരുടെ നീക്കങ്ങളിലും ഭയപ്പെട്ടുകൊണ്ട് തന്നെ കേന്ദ്രം ഇത്തരത്തിലൊരു നിർണായകമായ തീരുമാനം, അത് ഗതികെട്ട് എടുത്ത തീരുമാനമെന്ന് തന്നെയാണ് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വേറൊരു വഴിയുമില്ലാതെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഒരു തീരുമാനമായിരുന്നു, ഒരു നയമായിരുന്നു ഇത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ ഇൻസ്റ്റാഗ്രാം മോഡലിൽ താഴേക്ക് വെർട്ടിക്കലായി മൊബൈലൊക്കെ വെച്ചിട്ട് 2 വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് നൽകിയിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അതിലൊക്കെ മോദിയാണെങ്കിലും പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും, ഇത്തരം വിഷയങ്ങൾ ഇനി ആവർത്തിക്കില്ല, ഗംഭീരമായി സർക്കാർ ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങളിൽ നടപടികൾ കൈക്കൊള്ളുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നൊരു വിഷയത്തിൽ ഒരക്ഷരം ഉരിയാടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ പ്രതിപക്ഷമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജനങ്ങളായിക്കൊള്ളട്ടെ, ഈ പറയുന്ന ഈ CJP, കോക്രോച്ച് ജനതാ പാർട്ടി ആയിക്കൊള്ളട്ടെ, അവര് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ ഒന്നും ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന കടുത്ത നിലപാടിലായിരുന്നു. അവിടെയാണ് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒക്കെ അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നത് അല്ലെങ്കിൽ തെറ്റിപ്പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഒരു യാത്രക്കിടയിലാണ് ഈ വിഷയം അറിഞ്ഞത്. അപ്പോൾ തന്നെ ഇതിൽ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ പ്രതികരണം നടത്തുന്നത് എന്നുള്ളതും എടുത്തു പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരം നടത്തുന്ന യുവാക്കളെ, സമരം നടത്തുന്ന ജനങ്ങളെ, ഈ സമരത്തെ പിന്തുണയ്ക്കുന്നവരെ മുഴുവൻ രാജ്യവിരുദ്ധരായും തീവ്രവാദികളായും ദേശവിരുദ്ധരായും വിദേശ ഫണ്ട് സ്വീകരിച്ച് നടത്തുന്ന ഒരു സമരമായും ഒക്കെ ഇതിനെ ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന്, സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന്, BJP IT സെല്ലിൻ്റെ ഭാഗത്തു നിന്ന്, പല BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന്, ഒപ്പം ഇതുപോലെ തന്നെ ഈ മേജർ രവിയെ പോലെയൊക്കെയുള്ള BJPക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരുടെ വായിൽ നിന്ന് മഹാവൃത്തികേടുകൾ വീണുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു ഇത്. അവിടെ യുവാക്കൾ പോകുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്, കള്ളു കുടിക്കാനാണ്, അരാജകത്വത്തിനാണ് എന്നൊക്കെ പറയുന്ന നിരവധി ജനാധിപത്യ വിരുദ്ധർ, വിദേശത്ത് നിന്ന് പണമൊഴുകുന്ന അർണബ് ഗോസ്വാമിയെ പോലുള്ള ഒരുവൻ പറയാണ് അവിടെ ഭക്ഷണം ഒഴുക്കാൻ വേണ്ടി ഖത്തറിൽ നിന്ന് പണം വന്നു എന്ന് ഞാൻ കണ്ടെത്തിയെന്ന്. നോക്കുക, വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള പണം ഒഴുകിയത് കൊണ്ട് തന്നെയാണ്, ഇപ്പോഴും ഒഴുകുന്നത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇതുപോലെ ശക്തമായി നിൽക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലാണെങ്കിൽ പോലും പ്രവാസികൾ വിദേശത്ത് നിന്ന് ഒഴുക്കുന്ന പണമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം, സാമ്പത്തിക ഘടനയുടെ അടിസ്ഥാനം എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പൂർണ്ണമായും വിഴുങ്ങിക്കൊണ്ട്, ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളുടെ ഒരു പ്രധാനപ്പെട്ട സമരം നടക്കുമ്പോൾ അതിന് രാജ്യവിരുദ്ധ സമരം, ദേശവിരുദ്ധ സമരം, ഇത് വിദേശ ഫണ്ടിങ് നടത്തിയാണ് എന്ന വൃത്തികേടുകൾ, നെറികേടുകൾ, പച്ച നുണകൾ ആവർത്തിച്ച് അടിച്ചിറക്കിയ സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് നെറികെട്ട മനസ്സുകൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഗോദി മീഡിയയ്ക്കുള്ള തിരിച്ചടി, സംഘപരിവാറിൻ്റെ നുണപ്രചാരകർക്കുള്ള തിരിച്ചടി, ഈ മറുനാടൻ സാജൻ ഷ്കാരിയയെ പോലുള്ള ആളുകളൊക്കെ ദേശവിരുദ്ധ സമരമാണ്, ഇവർ ഭയങ്കര പ്രശ്നക്കാരാണ്, ഇന്ത്യയെ നശിപ്പിക്കാനാണ് ഈ സമരം, ഇന്ത്യയെ തകർക്കുന്ന സമരം എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിരുന്നു. പക്ഷേ ഇവറ്റകളൊക്കെ ഇപ്പൊ കരയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് പച്ചയ്ക്ക് തുറന്നു പറയാനുള്ളത്. കാരണം ഇങ്ങനെ അതെ, മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇതേ സമയം ചർച്ചയുണ്ടായിരുന്നു. CJPയുമായി ചർച്ച നടത്തി നേരത്തോട് നേരം വരുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്.
അതായത് CJPയുമായി ചർച്ച നടത്തുന്ന കേന്ദ്രത്തിൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു അടിസ്ഥാനപരമായി ഉണ്ടായിരുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത് ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഒരു സംഘപരിവാർ നേതാവാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒഡീഷയിൽ വലിയ മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളയാളാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ പിറവിക്ക്, അതായത് മൂന്നാം മോദി സർക്കാരിൻ്റെ പിറവിയിലേക്ക് നയിക്കുന്ന വിധത്തിൽ നിരവധി രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അടുപ്പക്കാരിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന ആൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനെ പരമാവധി സംരക്ഷിക്കാൻ, അവസാന ശ്വാസം വരെയും സംരക്ഷിക്കുക എന്നൊരു പ്രയോഗമുണ്ട് കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും അവസാനം വരെ ഈ ചർച്ചകൾ നടക്കുമ്പോഴും നരേന്ദ്രമോദി വീഡിയോകൾ ഇടുമ്പോഴും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുമ്പോഴും എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്നത് സംബന്ധിച്ച വലിയ ചർച്ചകൾ ഉരുത്തിരിയുമ്പോഴും ഒക്കെ അങ്ങേയറ്റം ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുക, അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളൊരു വിഷയം എവിടെയും വരാതെ മറ്റ് വിഷയങ്ങളിലേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്ത് ഇനി ഒരിക്കലും നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉണ്ടാകില്ല, ഇതിൽ കുറ്റക്കാരായവരെ മുഴുവൻ ജയിലിലിടും എന്നതൊക്കെ പറയുന്നുണ്ടെങ്കിലും ധാർമ്മികമായി ഇതിൻ്റെ ഉത്തരവാദിത്വമുള്ള ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന വിധത്തിലാണ് ഇതുവരെ BJP നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പാറ്റാ പാർട്ടി എന്ന് വിളിച്ച്, കൂറകൾ എന്നൊക്കെ വിളിച്ച് ജനൻ TVയെ പോലുള്ള പല മാധ്യമങ്ങളും അധിക്ഷേപിച്ചിരുന്ന ഈ യുവാക്കളെ ഇനിയും ഇതുപോലെ സമരമുഖത്തേക്ക് തന്നെ തള്ളിവിടുകയും അവരെ അടിച്ചമർത്തുകയും ഒക്കെ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിദയനീയമായ, പരമദയനീയമായ തിരിച്ചടി. ഇപ്പോഴാണെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ മാത്രം പോയാൽ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കുമെന്ന ഭീതി BJP കേന്ദ്രങ്ങളിൽ ഉണ്ടായി എന്ന് പറയാവുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. നമുക്ക് അറിയാം, ഈ വിഷയം തുടങ്ങിയ സമയത്ത്, ഈ സമരം തുടങ്ങുകയും അല്ലെങ്കിൽ ഈ സമരത്തിൽ പങ്കെടുത്തവരെ അടിച്ചമർത്തുന്ന തരത്തിലേക്ക് കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, കർഷക സമരം പോലെ തന്നെയായിരിക്കും ഈ സമരവും മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന്. അതായത് കർഷക സമരം തുടങ്ങിയ സമയത്തും ഇവിടുത്തെ സംഘപരിവാറിൻ്റെ IT സെല്ല് അല്ലെങ്കിൽ രാജ്യത്തെ പല നേതാക്കളും ഒക്കെ പറഞ്ഞത് വിദേശ ഫണ്ടാണ്, ഖലിസ്ഥാൻ ഭീകരരാണ്, ഇത് കർഷകരല്ല, യഥാർത്ഥ കർഷകരല്ല, ക്രിമിനലുകളാണ്, വിദേശ ഫണ്ട് സ്വീകരിച്ച് ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളിമറച്ചിലുകൾ, ഒരുപാട് ക്യാമ്പയിനുകൾ ആ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ കർഷക നിയമം കീറിയെറിഞ്ഞ്, അല്ലെങ്കിൽ കർഷക ബില്ല് കീറിയെറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരോട് മാപ്പ് പറഞ്ഞ് ആ ബില്ല് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കർഷകർക്ക് ആത്യന്തികമായ വിജയമാണ് ഉണ്ടായത്. അന്ന് ആദ്യഘട്ടത്തിൽ ഈ കർഷകരെ രാജ്യവിരുദ്ധരെന്നും ദേശവിരുദ്ധരെന്നും ഖലിസ്ഥാൻ ഭീകരരെന്നും വിളിച്ച സംഘപരിവാറുകാർ പിന്നീട് മാറിയിരുന്ന് മുഖം മണ്ണിൽ പൂഴ്ത്തി പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെയും സംഘപ്രചാരകരുടെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥ. ഇപ്പോൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സംഘപരിവാറുകാരെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ഇവരൊക്കെ ഈ വെറുതെ കിടന്ന് ഈ പറയുന്ന ആളുകളെ, ഈ സമരം ചെയ്യുന്നവരെ, യുവാക്കളെ അധിക്ഷേപിച്ച് നുണകൾ പറഞ്ഞ്, നുണക്കഥകൾ പറഞ്ഞ് ഈ സമരക്കാർ മുഴുവൻ അക്രമകാരികളാണ് എന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ച് ഒക്കെ വലിയ തോതിൽ ആനന്ദം കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാം നിലവിളിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവരൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കേന്ദ്ര സർക്കാർ ഈ വിധത്തിൽ മുട്ടുകുത്തും, കേന്ദ്ര സർക്കാർ ഈ വിധത്തിൽ ദയനീയമായ രീതിയിലേക്ക് അവരുടെ നിലപാടുകൾ എത്തിച്ചേരുമെന്നുള്ളത്. കാരണം ഇതിപ്പോൾ വിദ്യാർത്ഥികൾക്കൊപ്പം, യുവാക്കൾക്കൊപ്പം എന്നൊന്ന് കേന്ദ്ര സർക്കാരിന് അധികം പറയാൻ കഴിയില്ല. കാരണം പരമാവധി വിദ്യാർത്ഥികൾക്കെതിരെ, യുവാക്കൾക്കെതിരെ, ആ സമരത്തിനെതിരെ നീങ്ങിയതിന് ശേഷം അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായപ്പോഴാണ്, അല്ലെങ്കിൽ അടിച്ചമർത്താൻ നോക്കിയാൽ ഇത് കാട്ടുതീ പോലെ പടരുമെന്ന് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഭയന്ന് ഏറ്റവും ഒടുവിൽ ഒരു വഴിയുമില്ലാതെ, ഗത്യന്തരമില്ലാതെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ആ രാജിയിലേക്ക് പോവുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും വിശാല മനസ്സോടെ സ്വീകരിച്ച ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടായ ഒരു തീരുമാനമല്ല, മറിച്ച് വേറൊരു വഴിയുമില്ല, ഇനിയും ഇത് തുടർന്നാൽ വലിയ തിരിച്ചടി കിട്ടുമെന്ന് ഭയന്നിടത്താണ് ഈ തീരുമാനം ഉണ്ടാകുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അഞ്ജന, അത് മാത്രമല്ല, ഏതോ ഒരു തലമുറ കച്ചകെട്ടി ഇറങ്ങിയാൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതും വ്യക്തമാക്കുന്ന ഒരു സമരം കൂടിയായിരുന്നു ഇത്. തീർച്ചയായിട്ടും ഗാന്ധിയൻ ആശയങ്ങളിൽ അല്ലെങ്കിൽ അഹിംസാവാദത്തിൽ ഊന്നിക്കൊണ്ട് സംയമനത്തോടു കൂടി തന്നെയാണ് ഈ സമരം 20-22 ദിവസം അവിടെ നടന്നത്. അതിനുശേഷം ഈ സമരം എപ്പോഴാണ് അക്രമാസക്തമാകുന്നത്? അവിടെ പോലീസ് ആ സമരത്തിലേക്ക് ഇരച്ചു കയറുമ്പോഴാണ്. സോനം വാങ്ചുക്കിനെ നിർബന്ധമായിട്ട് ആശുപത്രിയിലേക്ക്, കോടതി ഇടപെടൽ ഉണ്ടായെങ്കിൽ പോലും ആ സമയത്ത് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസ് എത്തിയതിനു ശേഷമാണ് അവിടെ
കാര്യമായിട്ടുള്ള ഈ പറയുന്ന അക്രമം ഉണ്ടാകുന്നത്. അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് നേരെ, യുവാക്കൾക്ക് നേരെ, സമരക്കാർക്ക് നേരെ ലാത്തി ചാർജ് ഉണ്ടാകുന്നു. ആ ലാത്തി ചാർജ് ഉണ്ടായതിനു ശേഷം വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടെ പിന്നീട് പലപ്പോഴായി പോലീസിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു, അക്രമാസക്തമാകുന്നു, പോലീസ് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു, ബാരിക്കേഡുകൾ വെക്കുന്നു, ഇവരെ നിരീക്ഷിക്കുന്നു, ഇവരെ ആക്രമിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഇത് വലിയ അക്രമാസക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ രാജ്യത്തെ പാവപ്പെട്ട യുവാക്കൾ അല്ലെങ്കിൽ പാവപ്പെട്ട ചെറുപ്പക്കാർ, കുട്ടികൾ, അവരെന്ന് പറയുന്നത് നാളെയുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്. ഇവരെ തല്ലിച്ചതയ്ക്കുന്നതിനെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധം ഉയർന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് ഇവിടുത്തെ സംഘപരിവാറിന്റെ ആളുകളും BJP നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്ന കാര്യം, കേരളത്തിലെ PSC സമരം എന്താണ് നിങ്ങൾ ഇതുപോലെ ഇടപെടാത്തത്, കേരളത്തെ PSC സമരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയായിരുന്നു. ഇങ്ങനെ പറയുന്ന സംഘപരിവാറുകാരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ശബരിമലയിൽ വല്ലാത്ത പ്രശ്നമായിരുന്നല്ലോ നിങ്ങൾക്ക്, ശബരിമല കൊള്ള, ശബരിമല യുവതീ പ്രവേശനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കലാപമുണ്ടാക്കാൻ നോക്കിയ ആളുകളാണ് നിങ്ങൾ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അയോധ്യ വിഷയം വന്നപ്പോൾ പൂർണ്ണമായ നിശബ്ദത പാലിക്കുന്ന സാഹചര്യമാണ് നമ്മളവിടെ കണ്ടത്. അതേപോലെ തന്നെ തിരിച്ചു ചോദിക്കാനുള്ളത്, നിങ്ങൾ PSC വിഷയത്തിൽ ഇത്രയധികം കൂലങ്കഷമായി ചിന്തിക്കുന്നു, PSC വിഷയത്തിൽ വലിയ തോതിൽ ഇടപെടലുകൾ നടത്തുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നീറ്റ് വിഷയത്തിൽ ഇടപെടുന്നില്ല, നീറ്റ് വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല? തിരിച്ചും ചോദിക്കാനുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ കുടുക്കിലാകുന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള ചോദ്യങ്ങൾ, സമരങ്ങൾ വരുമ്പോൾ, ഇവിടുത്തെ രാജ്യം മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയം പറയുമ്പോൾ അതിനെ കേരളത്തിലെ PSCയുടെ ഒരു വിഷയം പറഞ്ഞിട്ടാണ് ഇവർ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഡിഫെൻഡ് ചെയ്യാൻ പോലും ഒന്നുമില്ലാതെ ഗതികെട്ട അവസ്ഥയിൽ തരംതാണ വിചിത്രവാദങ്ങളുമായി, വ്യാജ പ്രചാരണങ്ങളുമായി, നാണം കെട്ട പ്രചാരണങ്ങളുമായി വന്ന മേജർ രവി അടക്കമുള്ള സംഘപരിവാറുകാർക്കൊക്കെയുള്ള കനത്ത പ്രഹരമാണ് യുവാക്കൾ നൽകിയത് എന്നു തന്നെ പറയാൻ സാധിക്കും.